ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണം നടത്താൻ അമേരിക്കയിലെത്തിയ പാക് സംഘത്തിന് തിരിച്ചടി ലഭിച്ചു. ആഗോളതലത്തിൽ ഭീകര സംഘടനയെന്ന മുദ്രകുത്തിയ ജെയ്ഷെ മുഹമ്മദിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെ അമേരിക്കൻ നിയമസഭാ അംഗം വിമർശിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം മുഴുവനായി പരാജയപ്പെട്ടു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാൻ രാജ്യം കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് അമേരിക്ക കർശനമായ ഉപദേശങ്ങളും നൽകിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് അമേരിക്ക ഭൂട്ടോയുടെ സംഘത്തോട് പറയുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരെ, പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിനെതിരെ പോരാടേണ്ടതിന്റെ പ്രാധാന്യം പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് ഊന്നി പറഞ്ഞതായി അമേരിക്കൻ നിയമസഭാ അംഗം ഷെർമാൻ മുമ്പ് ട്വിറ്ററിനോട് വെളിപ്പെടുത്തിയിരുന്നു. 2002 അമേരിക്കൻ പത്രപ്രവർത്തകൻ ഡാനിയൽ പേളിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര ഗ്രൂപ്പുകളെ നേരിടേണ്ടത് പ്രധാനമാണെന്ന് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് പറഞ്ഞതായും പേൾ കുടുംബത്തിന്റെ ദുരവസ്ഥ പങ്കുവച്ചതായും അമേരിക്കൻ നിയമസഭാ അംഗം തന്റെ പോസ്റ്റുകളിൽ കുറിക്കുകയും ചെയ്തു. കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അഹമ്മദിയ മുസ്ലിങ്ങൾക്കും അക്രമം, പീഡനം, വിവേചനം അല്ലെങ്കിൽ അസമമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയെ ഭയപ്പെടാതെ തന്നെ അവരുടെ വിശ്വാസങ്ങളെ ആചരിക്കാനും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കുന്നതിനും അനുവദിക്കണമെന്നും അദ്ദേഹം മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു. ഒസാമ ബിൻ ലാദനെ കൊല്ലാൻ അമേരിക്കയെ സഹായിച്ചതിന് ഇപ്പോഴും പാക് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷക്കീൽ അഫ്രീദിയെ മോചിപ്പിക്കണമെന്നും ഷെർമാൻ യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ പോളിയോ വാക്സിനേഷൻ പരിപാടി നടത്താൻ CIA സഹായിച്ച പാകിസ്ഥാൻ ഡോക്ടറാണ് ഡോക്ടർ അഫ്രീദി. ബിൻ ലാദൻ കുടുംബത്തിന്റെ DNA സാമ്പിൾ ശേഖരിക്കുന്നതിൽ ഈ വാക്സിനേഷൻ കേന്ദ്രം ഒടുവിൽ സഹായിക്കുകയും ചെയ്തു. 2011 മെയ് മാസത്തിൽ അബോട്ടാബാദിലെ ബിൻ ലാദന്റെ കോമ്പൗണ്ടിൽ അമേരിക്ക നടത്തിയ റെയ്ഡിന് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ അധികൃതർ അഫ്രീദിയെ അറസ്റ്റ് ചെയ്തതും. 2012 പാകിസ്ഥാൻ കോടതി ഒടുവിൽ അദ്ദേഹത്തിന് 33 വർഷം തടവ് ശിക്ഷയും വിധിക്കുകയുണ്ടായി.